എല്ലാവരും യേശുവിൻ്റെ ബലത്താലും യേശുവിൻ്റെ അഭിഷേകത്താലും ഓരോ ദിവസവും ബലപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിയുടെ പല നാടുകളിൽ നിന്ന് കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയെ സഹായിക്കാൻ നിങ്ങൾ പലരും കാണിക്കുന്ന കൈത്താങ്ങലുകൾ, സ്നേഹം ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആണ്. പ്രത്യേകിച്ച് UK നിന്ന് ഒരു കുടുംബം ഒരു ഓഫറിങ് അയച്ചിട്ടുണ്ട്. ബ്രദർ റൂബിൻ ആൻഡ് ഏഞ്ചൽ, ഈ കുടുംബം അവർ പറയുന്നു, ഞങ്ങൾ ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാമിനാൽ വളരെയധികം അനുഗ്രഹിക്കപ്പെടുന്നത് കൊണ്ട് ഈ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ അയക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ റൂബിനെയും ഏഞ്ചലിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആ കുടുംബത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിലാണ് അവർ ഭാരപ്പെടുന്നത്, അതിന്മേൽ വലുത് സഫലമായ വാതിൽ തുറക്കട്ടെ. ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി അവർ നിൽക്കുന്നല്ലോ. അവർ മുഖാന്തരം ദൈവരാജ്യം വളരട്ടെ. UK അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ തൊടുന്നതെല്ലാം സക്സസ് ആകട്ടെ. കർത്താവിൽ അവർ പ്രസിദ്ധരാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പലരും ഈ മിനിസ്ട്രിക്ക് വലിയ വലിയ കൈത്താങ്ങലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങൽ എന്ന് പറഞ്ഞാൽ യൗവനക്കാരാണ്. ഒരു കൂട്ടം യൗവനക്കാർ പഠനത്തോടൊപ്പം ഈ മീഡിയയെ സഹായിക്കുന്നുണ്ട്. ഓഡിയോ വീഡിയോ എടുക്കാൻ, റെക്കോർഡിങ്ങിനും എഡിറ്റിങ്ങിനും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനെല്ലാം അവർ ത്യാഗപരമായി എന്നോടുകൂടെ സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളുടെ മൊബൈലുകളിൽ എത്തിച്ചേരുന്നത്, നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ആ യൗവനക്കാർക്കെല്ലാം നല്ല ഭാവി ഉണ്ടാകണം, അവരനുഗ്രഹിക്കപ്പെടണം. സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തുമ്പോൾ അവസാനം വരുമെന്ന് യേശു പറഞ്ഞു. ഞങ്ങളേക ലക്ഷ്യം യേശുവിൻ്റെ ഈ നല്ല വിശേഷം ഭൂമിയുടെ അറ്റത്തോളം ജീസസ് എവരിഡേ എന്ന പേരിൽ എത്തിക്കുക. അതിന് നിങ്ങളുടെ കൈത്താങ്ങലും സ്നേഹവും എല്ലാം ആവശ്യമാണ്. നിങ്ങളെല്ലാം നാട്ടിൽ വരുമ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഒരു സഭായോഗം കൂടാൻ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരണം. രാവിലെ 8 തൊട്ട് 11 മണി വരെ ഉള്ള പ്രാർത്ഥന ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം. അത് രാവിലത്തെ പ്രാർത്ഥനയായതുകൊണ്ട് മാത്രമല്ല, എല്ലാ വ്യാഴാഴ്ച ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ കൂടുതൽ നേരം ദൈവവചനം ധ്യാനിക്കാനും വരുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സമയമുണ്ട്. അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10:30-ക്കാണ്. ഏതായാലും നിങ്ങൾ പലയിടത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂ. അതനുസരിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ ഞങ്ങൾ പറയുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. तेरे जैसा कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। हम गाए होसना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसना, तू राजा
jaunga hereraja teri mahima ho esata tu hai prabhu hamara khuda. എല്ലാവർക്കും വന്ദനം. ഇത് ഒരു അത്ഭുത നാളുകളാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഏപ്രിൽ മാസമായപ്പോൾ മുതൽ എന്തോ ഒരു ഷിഫ്റ്റ് നടക്കുന്നു എന്നറിയാം. അതിൻ്റെ വ്യത്യാസങ്ങൾ ഞങ്ങൾ കാണാൻ തുടങ്ങി. പല വാതിലുകളും തുറക്കുന്നു. ഒരിക്കലും തുറക്കാത്ത വാതിലുകൾ തുറന്നു വരുന്നു. ഒരിക്കലും ഇല്ലാത്ത പ്രതീക്ഷകൾ ഉണ്ടാകുന്നു. ആത്മീയ അന്തരീക്ഷം തന്നെ മാറുന്നു. മെയ് മാസം പകുതിയിലോട്ട് കടക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വാതിലുകൾ തുറന്നിരിക്കും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലൂടെയും നിങ്ങളെയും എന്നെയും നമ്മുടെ കുടുംബങ്ങളെയും വഴി നടത്തും. പ്രത്യാശ കൊണ്ട് നമുക്ക് നിറയാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 24-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്താണ്? ദൈവമോ മരണത്തിന്റെ കയറുകളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശുവിനെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പറയാം, യേശുവിൽ വിശ്വസിച്ച്, യേശുവിൽ ജീവിച്ച്, യേശുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉയർപ്പുണ്ട്. അവനെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ പിടിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. രക്ഷിക്കപ്പെട്ടതാണോ? എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ഒരു ചൈതന്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി പ്രാർത്ഥനയ്ക്ക് വന്നു. ഏതോ ഒരു 40 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടയാളാ. രക്ഷിക്കപ്പെട്ടു, എന്നാൽ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് ഈ കൃപയിലേക്ക് വരാനൊന്നും കഴിഞ്ഞില്ല. അതിനിടക്ക് കല്യാണമൊക്കെ കഴിച്ചു. ചെന്ന് കയറിയ വീട് ഒരു പാരമ്പര്യ വീടാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കൊന്നും വിടാത്ത ഒരു വീടാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. മക്കളുടെ മക്കളായപ്പോഴാണ് ഈ ആൻറ്റി വർഷങ്ങളായി പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ. അങ്ങനെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു ആൻറ്റി. സാധാരണ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് മാത്രമേ, ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ വചനം കേൾക്കാനുള്ള ആ ഒരു ആവേശവും തുറന്ന ഹൃദയം ഉണ്ടാവും. ഞാൻ ഓർത്ത് ഈ ആൻറ്റി ഭയങ്കരമായിട്ട് റിസീവ് ചെയ്യുന്നു, എല്ലാം ഏറ്റെടുക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആൻറ്റിയെ കർത്താവ് തൊട്ടതാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കുഞ്ഞേ 40 കൊല്ലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതിനൊക്കെ മുമ്പ് ഞാൻ പഠിച്ചു കിടക്കുന്ന കാലത്ത് ഈ ആൻറ്റി യേശുവിനെ സ്വീകരിച്ചതാണ്. എന്നാൽ ഒരു ആത്മീക കൂട്ടായ്മയിലേക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. 40 വർഷമായിട്ടും വീണ്ടും ജനിച്ച ആ ജീവൻ ആ ആൻറ്റിയിൽ ഇങ്ങനെ ചലിക്കുകയാണ്. ഇതുപോലെ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു നടന്ന കാലത്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു യാത്രയിൽ ഏതോ ചർച്ചിൽ പോയി രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. നിങ്ങൾക്കെന്ന് ആത്മാവിൽ ആരാധിക്കാൻ ഒരു സ്വാതന്ത്ര്യമില്ലായിരിക്കാം. എന്നാൽ വിത്തുകൾ കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകില്ല എന്ന് പ്രവചന ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ അകത്ത് വീണ വിത്ത്, സുവിശേഷത്തിൻ്റെ വിത്ത്, ഒരിക്കലും നശിച്ചു പോവില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു വെള്ളത്തിൻ്റെ ഗന്ധം തട്ടിയാൽ മതി, ആ വൃക്ഷത്തിൻ്റെ വേര്, അത് വൃക്ഷം വേരറ്റു പോയാലും ഒരു ഗന്ധം, വെള്ളത്തിൻ്റെ ഗന്ധം തട്ടിയാൽ അത് വീണ്ടും കിളിർക്കുമെന്ന് യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഗന്ധമടിച്ചാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൂത് കേട്ടാൽ മതി, വീണ്ടും എഴുന്നേറ്റ് വരും. അതാണ് 40 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ആൻറ്റിയിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ വചനങ്ങളെല്ലാം സത്യമാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ശേഷം എത്ര പിന്മാറിപ്പോയാലും നിങ്ങൾക്ക് മടങ്ങി വരാതെ ഒരു നിവൃത്തിയില്ല. കാരണം മറ്റൊരുത്തല്ല രക്ഷയില്ല. എവിടെ പോകാനാണ്? യേശുവിനെ വിട്ട് എവിടെ പോകാനാണ്? വേറെ എവിടെ പോയി രക്ഷപ്പെടുമെന്നാണ്? ആർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് എൻ്റെ അനുഭവമാണ്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുടെ അനുഭവമാണ്.
ഈ യേശുവിൽ മാത്രമാണ് സമാധാനം, യേശുവിൽ മാത്രമാണ് സ്വസ്ഥത. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയെ പിടിച്ചു വെക്കാൻ പാരമ്പര്യങ്ങൾക്കോ ബന്ധങ്ങൾക്കോ എതിർപ്പുകൾക്കോ ഒന്നും കഴിയില്ല. ഇറാനിൽ 10,000-കണക്കിന് ആൾക്കാരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. ചൈനയിൽ ഭൂമിയുടെ അറകളിൽ അന്തർഭാഗത്ത് രഹസ്യ സ്ഥലങ്ങളിലെ പ്രാർത്ഥനകളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് ചൈനയിലാണ് പോലും. എന്താ കാരണം? ഈ വചനം ഒരാളിൽ വീണാൽ ഗവൺമെന്റിന്റെ പ്രതിബന്ധങ്ങളോ മനുഷ്യന്റെ വലിയ വാളുകളോ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ മാറ്റുകയില്ല. ഈ വചനം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ പറയില്ല. അവരെ പഠിപ്പിച്ച ആ കുഞ്ഞിനെ പഠിപ്പിച്ച് ഒരു ജോലി മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറയില്ല. അതല്ല 2ാം 3ാം കടയിൽ 4ാം കടയിൽ കിടക്കുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം യേശുവിനെ കൊടുക്കുക. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെട്ട ശേഷം ഷണ്ണൻ തൻ്റെ വഴിക്ക് പോയെന്ന് എത്യോപ്യയിലോട്ട്. ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഏത് വഴിക്ക് പോയാലും ദൈവം അതിൻ്റെ പുറകെ നിന്ന് ഫിലിപ്പോസിനെ വിട്ടില്ല. ഫിലിപ്പോസ് നേരെ അസ്തോദിലോട്ട് പോയി. ഷണ്ണൻ തൻ്റെ വഴിക്ക് സന്തോഷിച്ചുകൊണ്ട് പോയി. അതിൻ്റെ അർത്ഥം അവൻ്റെ സന്തോഷത്തെ കെടുത്താൻ പിന്നെ കഴിയില്ല. അപ്പോസ്തലപ്രവൃത്തി 8 നമ്മൾ അതിലോട്ടൊക്കെ വരും. നാളുകൾ എടുക്കും അപ്പോസ്തലപ്രവൃത്തി ഇങ്ങനെ പോകാൻ. ഞാൻ വളരെയധികം ആനന്ദിച്ചാണ് ഈ ആനന്ദ നദിയിലൂടെ ഒഴുകുന്നത്. കാരണം ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ നദിയാണ്. രക്ഷിക്കപ്പെട്ട ഒരാളെ കുറിച്ച് പേടിക്കണ്ട. അതുകൊണ്ട് തളർന്നു കിടക്കുന്നു, മരണത്തോടടുത്ത ഒരു പിതാവോ ഒരു മാതാവോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷം നന്നായി പറയണം. യേശു അപ്പച്ചന് വേണ്ടിയാണ്, അമ്മച്ചിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ക്രൂശിലെ കള്ളൻ പോലെ ഏറ്റവും ഒടുവിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവൻ പറുദീസയിൽ പോകുമെന്ന് യേശു പറഞ്ഞതുപോലെ അപ്പച്ചനും അമ്മച്ചിക്കും ഈ സ്വർഗം സ്വന്തമാക്കാമെന്ന് കറ തീർത്ത് സുവിശേഷം പറഞ്ഞ ശേഷം ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, വാ കൊണ്ട് ഏറ്റുപറയാൻ അവസരം കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കണം, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണേ. അപ്പം അപ്പച്ചനത് അമ്മച്ചി അത് ഏറ്റുപറയണം. ഞാനൊരു പാപിയാണ്, ഏറ്റുപറയണം. അങ്ങേ ഞാൻ എൻ്റെ കർത്താവ് രക്ഷകനുമായി ഇന്നു മുതൽ സ്വീകരിക്കും. അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിൽ വാഴണമേ, ആ സ്വർഗീയ സമാധാനം കൊണ്ട് എന്നെ നിറക്കണമേ എന്നൊന്നൊരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കൊടുത്താൽ അവരത് ഏറ്റുപറയുന്ന മാത്രയിൽ അവർ ദൈവമക്കളാകും. ഇത്ര വലിയ രക്ഷ ഇത്ര ലളിതമാക്കാൻ യേശു ക്രൂശിൽ എത്ര വലിയ വില മുടക്കി. കുരിശു ചുമന്നുകൊണ്ട്, അടികൾ ഏറ്റുകൊണ്ട് ക്രൂശിൽ നിവർത്തിയാക്കിയ ഈ രക്ഷയെ അഗണ്യമായി വിലയില്ലാതെ കണ്ടാൽ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയും? എബ്രായലേഖകൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ സുവിശേഷം എല്ലാവരോടും പറയണം. ഒരു ബസ്സിൽ കയറിയാൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ കഴിയണം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ യൗവനക്കാർക്ക് ഉള്ളിൽ അത് തന്നെയാണ്. എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയണം. ആരെ കണ്ടാലും. എൻ്റെ അടുക്കൽ ഒരാൾ വന്നാൽ ഇപ്പോൾ ഞാൻ ആ ആളോട് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ അതിലൊരു 3 മിനിറ്റ് യേശുവിനെ കുറിച്ച് പറ. ആ വ്യക്തിയുടെ ജീവിതം ധന്യമാകും. ഒരു കുടുംബത്തെ നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു കുടുംബത്തെ നല്ല ഭാവിയിൽ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? 1, ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ആ വീട്ടിൽ സുവിശേഷത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കുക. ഒരു ബൈബിൾ വാങ്ങിക്കൊടുക്കുക. രക്ഷയെക്കുറിച്ചുള്ള ഒരു പുസ്തകം കൊടുക്കുക. വാട്സാപ്പിൽ നല്ല മെസ്സേജുകൾ ഇട്ട് കൊടുക്കുക.
ഒരു നല്ല ചർച്ചിൻ്റെ അഡ്രസ്സ് അവരുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്ക്. മക്കള് UK നമ്മുടെ ബന്ധുക്കൾ അമേരിക്കയിൽ അറ്റ്ലാന്റയിലാണോ, എവിടെയാണ്, ഏത് രാജ്യത്താണ്, ഒക്കലഹോമയിലാണോ, അതിനടുത്തൊരു നല്ല ചർച്ച് ഉണ്ടെങ്കിൽ എല്ലാ ചർച്ചിലും വിടരുത് കേട്ടോ. ഒരു അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ച്, അവിടെ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകത്താൽ നിറയും. പ്രൈസ് ജനറേഷനിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അതിൽ നല്ല പങ്ക് ദർശനങ്ങൾ കാണും, വെളിപ്പാടുകൾ കാണും. കാരണം പരിശുദ്ധാത്മാവ് ഒഴുകുന്ന ഒരിടത്ത് എല്ലാം ചലിക്കാൻ മനസ്സുള്ളതെല്ലാം ജീവിക്കും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കെല്ലാം മാറ്റമുണ്ട്. ദൈവം മരണത്തിൻ്റെ കയറുകളെ അഴിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് തന്നെ നമ്മൾ ചിന്തിച്ചു. സുവിശേഷം ഒരാളിൽ വന്നാൽ ആ വ്യക്തിയിൽ പിന്നെ മരണം വാഴുന്നില്ല. ഒരാൾ യേശുവിനെ സ്വീകരിക്കുന്നത് വരെ ആ വ്യക്തിയിൽ വാഴുന്നത് മരണമാണ്, ന്യായവിധിയാണ്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരാൾക്കുമില്ല. യേശു ക്രിസ്തുവിലുള്ള ഒരാൾക്ക് ഇനി ശിക്ഷിക്കപ്പെടാൻ കഴിയില്ല, മരിക്കാൻ കഴിയില്ല, നരകത്തിയിലേക്ക് വീഴാൻ കഴിയില്ല. കാരണം ആ വ്യക്തി യേശുവിലാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലായിരിക്കണം, ഞാൻ നിങ്ങളിലായിരിക്കണം. അതാണ് പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി. മരണം, നിരാശ, തകർച്ച, അസ്വസ്ഥത. രോഗം വരില്ലെന്നല്ല, രോഗം വരും. ജപ്തി വരില്ല, വീണ്ടും ജപ്തി വരും. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരുന്ന എത്രയോ പേർക്ക് വീണ്ടും ജപ്തി വന്നു. പഴയതുപോലെയല്ല. പണ്ട് ജപ്തി വന്നപ്പോൾ യേശു ഇല്ലാത്ത കാലത്ത് ചാകാൻ നടക്കുകയാണ്. ഇപ്പോൾ ജപ്തി വന്നപ്പോൾ സ്തോത്രം പറയുകയാണ്. ഉറപ്പാണ്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, മേലാലും വിടുവിക്കും. ഇത് ഭയങ്കര പ്രത്യാശയാണ്. സുവിശേഷം ഒരാളിൽ വീണ് കഴിഞ്ഞാൽ അവനെ തകർക്കാൻ കഴിയില്ല, മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ലത് സുവിശേഷം. എല്ലാവർക്കും കൊടുക്കണം. ഒരു ട്രാക്റ്റ് കൊടുക്കും, യേശുവിനെ കുറിച്ച് പറ. ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നത് നല്ലതാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ അവര് പറയണം, ആ കുടുംബം നമ്മുടെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ 6 അടി മണ്ണിന്റെ കീഴെ പോകുമായിരുന്നു. അവര് വന്നതുകൊണ്ടാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടതെന്ന്. നിങ്ങളെ നോക്കി നിങ്ങളുടെ രക്തബന്ധങ്ങൾ പറയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷം പറയും. യേശുവിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുക. അതിന് കുറച്ച് പൈസ മുടക്കുന്നേ, വില മുടക്കി അവരുടെ വീട്ടിൽ പോകും, കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊണ്ടുപോകും. ഒരു കുടുംബത്തെ നേട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിരീടങ്ങൾ പ്രാപിക്കുക. ആത്മാക്കളെ നേട്, നമ്മുടെ രക്തബന്ധങ്ങളെയെല്ലാം നേട്. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയെ അറിയിക്കുവാൻ, അങ്ങയെക്കുറിച്ച് പറയുവാൻ, തോൽവിയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം മനുഷ്യർക്ക് പരിചയപ്പെടുത്തുവാൻ, പരാജയമില്ലാത്തൊരു ജീവിതം യേശുവിലൂടെ ഉണ്ടെന്ന് ഭൂമിയിൽ എല്ലാവരെയും അറിയിക്കുവാനുള്ള ഒരാഗ്രഹം, വ്യഗ്രത, തീഷ്ണത അത് ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അതിനായി സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അതിനായി ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സുവിശേഷം അറിയിക്കാനുള്ളൊരു ഭാരം കൃപയുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് ഈ സന്ദേശം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ മാത്രം കേൾക്കാനല്ല, സുവിശേഷം അറിയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇത് അനേകർക്ക് പ്രയോജനപ്പെടും. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.